ഒന്നാമത് ഇതിനോടൊക്കെ അപ്പുറത്തേക്ക് സെക്സ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു ലവ് ഉണ്ട് ഇതില്. തീർച്ചയായിട്ടും അതാണ് ആൾക്കാരെ കാണാണ്ട് പോകുന്നത്. ഈ സെക്സ് അല്ല ലൈഫ്. പല ഒരു ലൈഫിന്റെ ചെറിയൊരു പാർട്ടാണ് സെക്സ്. പക്ഷെ ഈ ട്രോളുന്നവരും എല്ലാവരും സെക്സ്വാലിറ്റി വെച്ചിട്ടാണ്. എനിക്കിപ്പോ അടുത്ത് ഒരാൾ അയച്ച നിങ്ങൾ എങ്ങനെ സെക്സ് ചെയ്യില്ലേ, നിങ്ങൾ കളി എങ്ങനെയാ, അങ്ങനെയൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ അത് വിട്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്നേഹബന്ധം ഉണ്ട്. ആശി ഞാനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഓഫ് ലവ് ഉണ്ട്. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറെ മൊമെന്റ്സുകൾ ഉണ്ട്. ഞങ്ങൾ അതാണ് ഇതിൽ ഞങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നത്. ഇതാണ് ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പലർക്കും വസ്ത്രം മാറുന്നത് പോലെയാണ് പാർട്ട്ണർഷിപ്പ് മാറുന്നത് എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ചിലപ്പോൾ ഒരു സ്ത്രീ ഒരു ഭർത്താവിനെ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം കെയർ ചെയ്തത് അതിന്റെ അപ്പുറത്തേക്ക് കെയർ ചെയ്ത് സ്നേഹിക്കുന്ന ആൾക്കാരുകളുണ്ട്. ഒരുപാട് ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുമ്പോൾ അവർ അത്രയും പ്യൂർ ആയിട്ട് പറയാൻ പറ്റും. സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു കപ്പിളായിട്ട് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ. എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ചോദിക്കുമ്പോൾ ഒരു വിധത്തിൽ ജാസി അങ്ങനെ തള്ളി വരികയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഒലക്കമേലൊരു ചോദ്യം, ആരെങ്കിലും ഉണ്ടാ ട്രാൻസ്ജെൻഡർ, എന്തൊരു ട്രാൻസ്ജെൻഡറാ ട്രാൻസ്ജെൻഡർ എന്തോ ജെൻഡർ. അപ്പോഴാണ് ജാസി പറയുന്നത്, എനിക്കറിയായിരുന്നു പക്ഷെ എൻ്റെ അടുത്തൊരു ആരുണ്ട്, മറന്നുപോയി. ആരാടാ ജാസി ട്രാൻസ്ജെൻഡർ? പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സൈക്കിൾ ചവിട്ടനാണല്ലോ പ്രണയം. സബ്സ്ക്രൈബ് ചെയ്യ്. ഈ അവിടെ കടന്ന് തൂറിയിട്ട് അങ്ങോട്ട് ഇരുന്ന് നിരങ്ങ കേട്ടോ. ഈ കുറച്ച് ഇരുന്നോടത്തെ ലേശം മാറിയിരിക്കുക, അല്ലെങ്കിൽ കുണ്ടിയമ്മ തട്ടുള്ളൂ. ചെറിയ മക്കൾ അപ്പീടായിരിക്കണം അതിൽ ഇരുന്ന് നിരങ്ങി അങ്ങോട്ട് ഇരുന്ന് നിരങ്ങിക്കാളെ. അനക്ക് എൻ്റെ കമ്മൂട്ടിയല്ല കമ്മ്യൂണിറ്റി കേട്ടോ. ഈ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാർക്ക് കുറെ കൂടുതൽ എന്നിട്ട് തന്നെയില്ല. എന്താ ഈ കൊഞ്ഞനം കുത്തുന്നത്? ഈ നേരിട്ട് പറഞ്ഞാൽ ആണാണ് ദാസപ്പോ അതേ രൂപത്തിലാണ് സംസാരിച്ചാളെ. എന്തിന് ഒരുപാട് ആൾക്കാരിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് ഈ വായ പൊളിച്ച പച്ച നുണയല്ലാതെ പറയില്ല. പച്ചത്തെറി പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ നിന്നൊന്നുമില്ല. അനാവശ്യം പറയാൻ അന്ന കഴിച്ച ആളുണ്ടാവുള്ളൂ. ഈ ശരിക്കും തെറിയൻ ജാസിയാ ശരിക്കും. മറ്റേ ബണ്ടല്ലോ UAE ഇറന്നുകൊണ്ടിരിക്കണമെന്ന് എന്താണ്ട് പേര് പോലീച്ച, അവൻ പറയുന്ന പോലെ ഈ തെറിയൻ ജാസിയാ ശരിക്ക്. ഇതല്ലാതെ ഇതൊന്നുമല്ല. മുഹമ്മദ് ജാസിൽ എന്ന പേരും വെച്ച് ഒരു ആണ് വന്നിരുന്ന് ഒരു ചുരിദാർ ഇട്ടാണ് ഞങ്ങളെ കമ്മ്യൂണിറ്റിയല്ല കമ്മ്യൂണിറ്റി കേട്ടോ. ഒരു കമ്മ്യൂണിറ്റിയിലല്ല ഒരുപാട് പേര് പണ്ട് ഒരു 10-12 വർഷം 10 വർഷമൊക്കെ ആയി കാണും. എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ സൂര്യാന്നും പിന്നെന്താ വൈഷ്ണവെന്നോ അങ്ങനെയൊക്കെ പേര് പറഞ്ഞിട്ട് അവരൊരു ജോഡിയായിട്ട് ജീവിക്കുന്നുണ്ട്. പണ്ടുള്ള മറ്റൊന്നാണ് അവർ ട്രാൻസ്ജെൻഡറായിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് അവർ കപ്പിളായിട്ട് ജീവിക്കുന്നുണ്ട്. അവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല അവർക്ക്. നിങ്ങളെ മാതിരി ആൾക്കാരെ ഏരിയയിൽ വന്നിട്ട് അവരാണ് ട്രാൻസ്ജെൻഡർമാർ. കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ. അവറ്റങ്ങൾക്ക് ഒന്നിലുമില്ല. അവറ്റങ്ങൾ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, സമാധാനമായിട്ട് ജീവിക്കുന്നു. നിങ്ങളുടെ പോലെ ഈ ആളുകളുടെ മുന്നിൽ വന്ന് തൂറി മെഴുകി കണ്ടവരെയൊക്കെ തെറിയും വിളിച്ച് നുണയും പറഞ്ഞ് ഇരുന്ന് മെഴുകണ്ട. തൂറി മെഴുകി എന്താ എൻ്റെ അവസ്ഥ? എന്തൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അണക്കറിയോ? എൻ്റെ ഈ കമ്മ്യൂണിറ്റി പറഞ്ഞത് ഞങ്ങൾ ട്രാൻസ്ജെൻഡർമാരായ അവർക്കുള്ളതാ. ഈ വെറും രാജപ്പൻ തന്നെയാണ് ശരിക്കും. ഈ ഒരാണാ മുഹമ്മദ് ജാസിൽ ആണ്. അത് മതി. അതിക്ക് മേലേക്ക് പോകണ്ട. അങ്ങോട്ടൊന്നും ആയിട്ടില്ലെങ്കിൽ എന്നിട്ട് ഇരുന്നിട്ട് കമ്മ്യൂണിറ്റിയിലല്ലേ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എന്ത് കമ്പുട്ടിയാണ്. ഞാൻ ഇരുന്നോടത്ത് അഞ്ഞ് മാറിയിരിക്കുക, അല്ലെങ്കിൽ കൊണ്ടിയമ്മ തട്ടുള്ളൂ അപ്പി. ഒരു നാണമില്ലാത്ത കൂസൻ. എന്തിനാ എന്നെ പറയുന്നു?